രാജവംശങ്ങളുടെ ചരിത്രത്താളുകളിൽ ഇന്നും ഗാംഭീര്യത്തോടെ ഉയർന്നുവരുന്ന ഒരു പേരാണ് കുരുവംശം. ചന്ദ്രവംശത്തിലെ തന്നെ പിൻതലമുറക്കാരാണ് കുരുവംശക്കാർ. ഈ വംശത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുമ്പോൾ ഒട്ടും വിസ്മരിക്കാനാവാത്തൊരു പേര് മഹാരാജാവ് ഹസ്തിയുടേതാണ്. കാരണം കുരുവംശത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ ഹസ്തിനാപുരത്തിൻ്റെ സ്ഥാപകൻ ഈ ഹസ്തിയാണ്. ഹസ്തിയാൽ നിർമ്മിതമായ നഗരമായതുകൊണ്ട് ഹസ്തിനാപുരം എന്ന പേര് ആ തലസ്ഥാന നഗരത്തിന് ലഭിച്ചു. ഈ വംശത്തിൻ്റെ തലസ്ഥാന നഗരമായി ഹസ്തിനാപുരം തിളങ്ങി നിന്നത് കുറച്ചു കാലമൊന്നുമല്ല. ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും മകനായ ഭരതൻ്റെ കാലഘട്ടം. കാശി രാജാവായ സർവസേനൻ്റെ പുത്രി സുനന്ദ ഉൾപ്പെടെ 3 പത്നിമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരിൽ മക്കളുമുണ്ട്. പക്ഷേ കാലദോഷത്താൽ പിതൃദോഷികളും രാജ്യദ്രോഹികളുമായ മക്കളായിരുന്നു അവർ. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സ്വന്തം മാതാക്കൾ തന്നെ വിഷം കൊടുത്ത് അവരെ കൊന്നുകളഞ്ഞു. പരമ്പരയ്ക്കു വേണ്ടി രാജാവ് ഗുരുക്കന്മാരുടെ ഉപദേശം മാനിച്ച് ഒരു മഹായാഗം തന്നെ നടത്തി. ദേവപ്രീതിക്കായി നടത്തിയ ആ യജ്ഞത്തിൽ സന്തുഷ്ടരായ ദേവകൾ പുത്രദുഃഖം അനുഭവിക്കുന്ന ഭരതന് ഒരു കുട്ടിയെ നൽകി അനുഗ്രഹിച്ചു. ആ കുഞ്ഞ് ബൃഹസ്പതിയുടെയും മമതയുടെയും കുട്ടിയായിരുന്നു. ഭരതൻ അതീവ സന്തോഷത്തോടെ ആ കുട്ടിയെ സ്വീകരിച്ചു. പക്ഷേ അവനാകട്ടെ രാജപുത്രനായി ജീവിക്കുവാൻ ആഗ്രഹിച്ചില്ല. വനാന്തരം പ്രാപിച്ച് സന്യാസം സ്വീകരിച്ചു ആ ബാലൻ. കാലാന്തരത്തിൽ ഭരദ്വാജൻ എന്ന പേരോടുകൂടി വിഖ്യാതനായ ഒരു മഹർഷിയായി തീർന്നു ബൃഹസ്പതി പുത്രൻ. ഭരതചക്രവർത്തിയെ വീണ്ടും അപുത്രദുഃഖം ബാധിച്ചു. പട്ടമഹിഷിയായ സുനന്ദയിൽ ഒരു പുത്രനുണ്ടാകുവാൻ വേണ്ടി ഭരതൻ വീണ്ടും ഒരു യാഗം നടത്തി. അതിനെ തുടർന്ന് സുനന്ദയ്ക്കൊരു മകൻ ജനിച്ചു. അവനാണ് ഭൂമന്യു. ഭരതന്റെ കാലശേഷം ഭൂമന്യു രാജാവായി അധികാരത്തിലേറി. വളരെ പ്രസിദ്ധനായൊരു രാജാവായിരുന്നു ഭൂമന്യു. അദ്ദേഹം ദാശാർഹ രാജപുത്രിയായ സുവർണയെ വിവാഹം കഴിച്ചു. അവരുടെ മകനായിരുന്നു സുഹോത്രൻ. സുഹോത്രന്റെ ഭരണകാലം ഗംഭീരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇക്ഷ്വാകു വംശജയായ ജയന്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. ഇവരുടെ പുത്രനായാണ് ഹസ്തി ജനിക്കുന്നത്. ത്രിഗർത്തപുത്രിയായ യശോധരയെ അദ്ദേഹം വേളി കഴിച്ചു. ഹസ്തിയുടെ പൗത്രന്റെ പുത്രനാണ് കുരു. ചന്ദ്രവംശത്തിൽ ആ പിറവി ഒരു വിശേഷപ്പെട്ടതായിരുന്നു. കാരണം സൂര്യപുത്രിയിൽ നിന്നാണ് കുരുവിന്റെ ജനനം. സൂര്യപുത്രിയായ തപതിയാണ് കുരുവിന്റെ മാതാവ്. സൂര്യകുടുംബത്തിൽ പിറന്ന തപതിയുടെ ചരിത്രം ഇങ്ങനെ. സൂര്യൻ വിശ്വകർമാവിൻ്റെ പുത്രിയായ സപ്ഞയെ വിവാഹം കഴിച്ചു. സൂര്യന് സപ്ഞയിൽ യമി എന്നും യമൻ എന്നും 2 സന്താനങ്ങൾ ജനിച്ചു. അന്ന് സൂര്യന് ഇന്ന് കാണുന്ന വിധത്തിലുള്ള രൂപമല്ല ഉണ്ടായിരുന്നത്. അണ്ഡരൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്ന സൂര്യൻ്റെ തേജസ് വഹിക്കാൻ അശക്തയായി തീർന്നു സപ്ഞ. സൂര്യപത്നിയായിരിക്കുവാൻ ശക്തി നേടുവാനായി തപസ്സിന് പോകുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. പക്ഷേ പതി അതറിയുവാനും പാടില്ല. അതിനായി അവൾ തൻ്റെ തന്നെ ഒരു പ്രതിബിംബമുണ്ടാക്കി. ആ പ്രതിബിംബത്തിന് ഛായ എന്ന പേരും നൽകി. രൂപത്തിൽ അവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഛായയെ സൂര്യലോകത്തെ കൊട്ടാരത്തിൽ നിർത്തിയ ശേഷം സപ്ഞ ഒരു പെൺകുതിരയുടെ രൂപം ധരിച്ച് തപസ്സിനായി പോയി. ഉദ്ദേശം സൂര്യൻ്റെ താപം സഹിക്കുവാനുള്ള ശക്തി ലഭിക്കണം എന്നത് തന്നെ. ഛായയാകട്ടെ സൂര്യദേവന്റെ പത്നിയായി ജീവിച്ചു. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഈ ആൾമാറാട്ടമൊന്നും സൂര്യദേവൻ തിരിച്ചറിഞ്ഞുമില്ല. കാലം പോയപ്പോൾ സൂര്യദേവന് ഛായയിൽ ശനി എന്നും തപതി എന്നും പേരോട് കൂടിയ 2 മക്കൾ ജനിച്ചു. പിൽക്കാലങ്ങളിൽ ശനി കർമ്മഫലദാതാവായി ദൈവികത്വം പ്രാപിച്ചു. തപതിയാകട്ടെ അതീവ സുന്ദരിയായ ഒരു യുവതിയായും തീർന്നു. ഇതേ സമയം ചന്ദ്രവംശത്തിലെ ഹസ്തിയുടെ പുത്രനായ അജമീഡന്റെ പൗത്രനായിരുന്നു സംവരണൻ. ഋക്ഷൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. വളരെ ചെറുപ്പത്തിൽ തന്നെ സംവരണൻ രാജാവായി തീർന്നിരുന്നു. ധർമ്മതൽപരനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഗുരു വസിഷ്ഠ മഹർഷിയും. സംവരണന്റെ ജീവിതത്തിലേക്ക് ഈ സൂര്യപുത്രിയായ തപതി കടന്നു വരികയാണ്. ഒരു ദിവസം സംവരണൻ രാജ്യകാര്യങ്ങളെല്ലാം തപോനിധിയായ വസിഷ്ഠനെ തൽക്കാലത്തേക്ക് ഏൽപ്പിച്ച ശേഷം വിനോദാർത്ഥം വനത്തിലേക്ക് പോയി. ആ യാത്രയിൽ ഒരു മൃഗം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. സംവരണൻ കുതിരപ്പുറത്തായിരുന്നു. ആ മൃഗത്തെ പിന്തുടർന്ന് അതിദൂരം അദ്ദേഹം യാത്ര ചെയ്തു. അവസാനം ചെന്നെത്തിയത് വൈഭ്രാജം എന്ന മഹാവനത്തിൽ.
സൈനികരിൽ നിന്നും കൂട്ടം തിരിഞ്ഞ് അദ്ദേഹം ഏകനുമായിരുന്നു. ദിക്കറിയാതെ അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞപ്പോൾ മനോഹരമായൊരു താമരപ്പൊയ്ക അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അതിനേക്കാൾ മനോഹരമായ കാഴ്ച മറ്റൊന്നായിരുന്നു. ആ പൊയ്കയിൽ നിരവധി അപ്സര സ്ത്രീകൾ കളിയാടുന്നു. രാജാവിൻ്റെ കണ്ണുകൾ ആ കൂട്ടത്തിൽ മാറി നിന്നിരുന്ന അതിമനോഹരിയായ ഒരു യുവതിയിലുടക്കി. അവൾ സൂര്യപുത്രിയായ തപതിയായിരുന്നു. അവളും രാജാവിനെ കണ്ടിരുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. സാവധാനം അവർ പരസ്പരം സംസാരിച്ചു. അപ്പോഴാണ് അവൾ സൂര്യൻ്റെ പുത്രിയായ തപതിയാണെന്ന് സംവരണൻ അറിയുന്നത്. നല്ല പരിചയമുള്ളതുപോലെ തന്നെ ഒട്ടേറെ നേരം അവർ സംസാരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ തപതിക്ക് പോകുവാനുള്ള നേരമായി. അവൾ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. എന്നാൽ അവൾ പോയതോടെ രാജാവ് ഒരു ഭ്രാന്തനെ പോലെ ആവുകയാണ്. തപതി എന്നും വിളിച്ചുകൊണ്ട് ആ കാട്ടിലാകെ അദ്ദേഹം ചുറ്റി നടന്നു. രാജാവ് ക്ഷീണിച്ച് അവശനായി. ഒടുവിൽ ബോധശൂന്യനായി നിലംപതിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ രാജാവിനെ അന്വേഷിച്ച് പരിവാരങ്ങളെല്ലാം എത്തിച്ചേർന്നു. പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി അവർ രാജാവിനെ പരിപാലിച്ച ശേഷം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയിട്ടും രാജാവിൻ്റെ അവസ്ഥ ശോകം തന്നെ. തപതിയെപ്പറ്റി ചിന്തിച്ച് അദ്ദേഹത്തിന് ഊണും ഉറക്കവുമില്ലാതെയായി. വസിഷ്ഠ മഹർഷി രാജാവിൻ്റെ മാറ്റമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവസാനം മഹർഷി കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു. പ്രണയം തന്നെ വിഷയം. പിന്നെ അമാന്തിച്ചില്ല. തൻ്റെ യോഗശക്തിയാൽ ആകാശത്തേക്കുയർന്ന് മഹർഷി വസിഷ്ഠൻ സൂര്യമണ്ഡലത്തിലെത്തി. ആദിത്യ ഭഗവാനെ നേരിൽ കണ്ടു. സംവരണന്റെയും തപതിയുടെയും അനുരാഗത്തെപ്പറ്റി വർണ്ണിച്ചു കേൾപ്പിച്ചു മഹർഷി. അതിനുശേഷം അദ്ദേഹം കന്യകയുടെ പിതാവായ സൂര്യദേവനോട് രാജാവിനു വേണ്ടി തപതിയെ യാചിച്ചു. വസിഷ്ഠന്റെ വാക്കുകളിൽ സൂര്യഭഗവാൻ പ്രസന്നനായിരുന്നു. സ്വപുത്രിയെ അനുഗ്രഹിച്ച് വസിഷ്ഠ മഹർഷിയുടെ കൂടെ ഭഗവാൻ പറഞ്ഞയച്ചു. വൈകാതെ തപതിയുടെയും സംവരണന്റെയും വിവാഹവും മംഗളകരമായി തന്നെ നടന്നു. സംവരണന് തപതിയിൽ ജനിച്ച പുത്രനാണ് അനന്തരകാലങ്ങളിൽ യശസ്വിയായി തീർന്ന കുരു ചക്രവർത്തി. അന്നുവരെ പൂരുവംശം എന്നറിയപ്പെട്ടിരുന്ന ചന്ദ്രവംശ രാജാക്കന്മാർ കുരുവിന്റെ ഭരണകാലത്തോടെ കുരുവംശജർ എന്നറിയപ്പെടുവാൻ തുടങ്ങി. കുരുക്ഷേത്രം നിർമ്മിച്ചത് കുരു മഹാരാജാവാണ്. അദ്ദേഹത്തിന്റെ തപസ്സുകൊണ്ടാണ് കുരുക്ഷേത്രം പരിശുദ്ധമായി തീർന്നത്. ഒരിക്കൽ കുരു മഹാരാജാവ് കുരുക്ഷേത്രത്തിന്റെ ഭൂമി ഉഴുതുകൊണ്ടിരുന്നപ്പോൾ ദേവേന്ദ്രൻ അവിടെ പ്രത്യക്ഷനായി. അവർ തമ്മിൽ ദീർഘമായൊരു സംഭാഷണം നടന്നു. ആ സ്ഥലത്ത് മരിച്ചു വീഴുന്ന മനുഷ്യർ സ്വർഗം പ്രാപിക്കണം എന്ന ആശീർവാദം നൽകുവാൻ രാജാവ് ദേവേന്ദ്രനോട് അപേക്ഷിക്കുകയാണ്. ദേവേന്ദ്രൻ അതിന് അനുവാദവും നൽകി. ആ ഭൂമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. കുരു മഹാരാജാവ് ഒരിക്കൽ കുരുക്ഷേത്രത്തിൽ വെച്ച് യാഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സരസ്വതി നദി ഓഘവതി എന്ന പേരോടുകൂടി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ആ ഭൂമി നനച്ചു കൊടുക്കുകയുണ്ടായത്രേ. കുരുക്ഷേത്ര സമീപമുള്ള ഇക്ഷുമതി നദിയുടെ തീരത്ത് തക്ഷകൻ വസിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഭൂമിയാണ് ഈ കുരുക്ഷേത്രം. ശന്തനുവിന് സത്യവതിയിൽ ജനിച്ച ചിത്രാംഗതൻ എന്ന രാജകുമാരൻ ഒരിക്കൽ ഒരു ഗന്ധർവനാൽ വധിക്കപ്പെട്ടത് ഈ കുരുക്ഷേത്രത്തിൽ വെച്ച് തന്നെ. സൂര്യവംശ ചക്രവർത്തിയായ മാന്ധാതാവ് ഈ ഭൂമിയിൽ ഒരു യാഗം ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു. സർവോപരി മഹാഭാരത യുദ്ധം നടന്നതും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചതും ഈ പുണ്യഭൂമിയിൽ ആയിരുന്നു.